ഇപ്പം വാട്സപ്പിൽ നമ്മൾ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്യാറുണ്ട്. ചിലപ്പം ഒരു ഫോട്ടോ തന്നെ പല ആൾക്കാർക്കും സെൻഡ് ചെയ്യണം എന്നുണ്ടായിരിക്കും. സാധാരണ പലരും ചെയ്യാറുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഓരോരോ കോൺടാക്ട് സെലക്ട് ചെയ്തിട്ട് അതിലോട്ട് ആ ഒരു ഫോട്ടോ സെൻഡ് ചെയ്യലാണ്. പക്ഷേ അങ്ങനെയല്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് പല കോൺടാക്ട്സും സെലക്ട് ചെയ്തിട്ട് പല കോൺടാക്ട്സിലോട്ടും ഒരൊറ്റ ടൈമിൽ നമുക്ക് ഫോട്ടോ സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ ഒരു ഫോട്ടോ ഒറ്റ ക്ലിക്കിൽ പല ആൾക്കാർക്കും എങ്ങനെ സെൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ചാറ്റ് സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിളിന് ഞാൻ ഈ ഒരു ചാറ്റ് സെലക്ട് ചെയ്യാണ്. അപ്പം ആ ഒരു ചാറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പം ഫോട്ടോ സെലക്ട് ചെയ്യാൻ ഒന്നുകിൽ ഈ ഒരു ക്യാമറ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗാലറിയിലുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ താഴെയും വരുന്നതായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്ന് പോലത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഗാലറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഗാലറിയിലോട്ട് പോകുന്നതായിരിക്കും. അല്ല ക്യാമറ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ വെച്ചിട്ട് ഫോട്ടോസും എടുക്കാവുന്നതാണ്. എന്തായാലും ഞാൻ ഈ ഒരു അടിയിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഇപ്പം എനിക്ക് ഈ ഒരു ഫോട്ടോ പല ആൾക്കാർക്കും സെൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഞാൻ നേരത്തെ സെലക്ട് ചെയ്തിട്ടുള്ള കോൺടാക്റ്റിൻ്റെ പേര് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിൽ എത്തുന്നതായിരിക്കും. ഇവിടുന്ന് നമുക്ക് ഈ ഒരു ഫോട്ടോ ആർക്കൊക്കെയാണോ സെൻഡ് ചെയ്യേണ്ടത് അവരുടെ കോൺടാക്ട്സ് ഒക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളിൽ ഈ ഒരു കോൺടാക്ട് സെലക്ട് ചെയ്തു, അതുപോലെ തന്നെ ഈ ഒരു കോൺടാക്ട് സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എത്ര കോൺടാക്ട്സ് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം അതിനുശേഷം ഇവിടെ താഴെ നോക്കിയാൽ നമുക്ക് പല കോൺടാക്ട്സ് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോ സെൻഡ് ചെയ്യണം. സെൻഡ് ചെയ്യാൻ സെൻഡിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ സെൻഡ് ആവുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ 3 കോൺടാക്റ്റ് ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു 3 കോൺടാക്ട്സിലോട്ടും ഈ ഒരു ഫോട്ടോ ഒരൊറ്റ ടൈമിൽ തന്നെ ഒറ്റ ക്ലിക്കിൽ സെൻഡ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വാട്സപ്പിൽ ഒരു ഫോട്ടോ പല കോൺടാക്ട്സിലോട്ട് ഒറ്റ ക്ലിക്കിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.